ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഫോർമൽ വെയർ ഇലുസ്ട്രേഷൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഹെഡിൻ്റെ ഒരു ക്രോക്കി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫോർമൽ വെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ക്രോക്കിയിൽ നിന്ന് പുറത്തേക്ക് ഇച്ചിരി ഒന്ന് ബൾജ് ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ എന്നാലാണ് ആ ഒരു ക്രോക്കി വെയർ ചെയ്ത പോലെ തോന്നും, ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കേർവ് ചെയ്തിട്ട് വരയ്ക്കുക. അതൊക്കെ ആ വെയർ ചെയ്യണ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ക്രോക്കിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് നിൽക്കണ പോലെ റെഗുലർ ഫിറ്റ് പാൻ്റാണല്ലോ, അപ്പോൾ കുറച്ചൊന്ന് പുറത്തേക്ക് നിൽക്കണം. ഒത്തിരി ലൂസും അല്ല എന്നാൽ ടൈറ്റും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് പാൻറ്റ്. എന്നിട്ട് നമുക്ക് ക്രോക്കി മാച്ച് കളയാം അങ്ങനെ. പിന്നെ പ്ലാക്കറ്റ് വരച്ച് കൊടുക്കുന്നുണ്ട്, പോക്കറ്റ് വരച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ബെൽറ്റ് വെയർ ചെയ്ത പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രോച്ചിൻ്റെ അവിടെ ഒരു ചെറിയ ചുളിവുണ്ടാവുമല്ലോ, ആ ഒരു ചുളിവ് ഇങ്ങനെ ഒരു 2 ലൈൻസ് ഇങ്ങനെ പാരലൽ ലൈൻസ് വരച്ചു കൊടുത്താൽ ആ ഒരു ക്രോച്ചിൻ്റെ അവിടെയുള്ള ആ ഒരു ചുളിവ് നമുക്ക് ഫീൽ ചെയ്യും. കോളറിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കോളറിൻ്റെ ആ തുറന്നിരിക്കണ ആ ഒരു പോർഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഹുക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടൺസിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് സ്റ്റിച്ചിങ് ലൈൻ കാണുന്ന പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. കൈ വരയ്ക്കുമ്പോൾ കഫ് നല്ല ടൈറ്റായിട്ട് വെച്ചിട്ട് മുകളിലത്തെ ഗാർമെൻറ്റ് ഇത്തിരി ഹാങ് ചെയ്ത് കിടക്കണ പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ 6 ആഗ് പോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോൾഡ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 2 സൈഡിൽ കുറച്ച് ക്രോക്കിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് ബൾജ് ചെയ്തിട്ട് 6 ആഗ് വരച്ചു കൊടുക്കുക. അതിൽ നിന്ന് ഫോൾഡ്സ് പോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മുകളിലത്തെ ഗാർമെൻറ്റ് ഇത്തിരി ലൂസായി നിൽക്കണ പോലെ തോന്നും. അതുപോലെ ഷർട്ട് ഇൻസൈഡ് ചെയ്യണോടത്തും കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളി നിൽക്കണ പോലെ വരച്ച് കഴിഞ്ഞാൽ ഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ആ ഗാർമെൻറ്റ് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഫോർമൽ വെയർ ഇലുസ്ട്രേഷൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഹെഡിൻ്റെ ഒരു ക്രോക്കി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫോർമൽ വെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോർമൽ വെയർ എന്ന് പറയുമ്പോൾ ഓഫീസ് വെയർ, ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഗാർമെൻ്റ് ആയിരിക്കണം. അതായത് കൂടുതൽ ടൈറ്റാ കൂടുതൽ ലൂസാ റെഗുലർ ഫിറ്റ് ആയിട്ടുള്ള ഒരു ഗാർമെൻ്റ് ആയിരിക്കണം. അതുപോലെ നമ്മൾ കൂടുതലും ഷർട്ട് അല്ലെങ്കിൽ ഫോർമൽ പാൻസ്, ചിലപ്പോൾ സ്കേർട്ടും യൂസ് ചെയ്യും. കുറച്ച് പെൻസിൽ സ്കേർട്ട് എന്നൊക്കെ പറയില്ലേ, കുറച്ച് ഹിപ്പ് ഏരിയയിൽ കുറച്ച് ടൈറ്റായിട്ട് വന്നിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് സ്കേർട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ കുർത്ത പാൻസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെറ്റീരിയൽസ് ആണെങ്കിൽ കൂടുതലും ചുളുങ്ങി പോകാത്ത ടൈപ്പ് മെറ്റീരിയൽസ് വേണം. അപ്പോൾ കോട്ടൺ അങ്ങനത്തെ ഷർട്ട്, അങ്ങനെ ചുളിവ് അധികം വരാത്ത സ്റ്റിഫായി നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുക. പിന്നെ കോഡ്രോയ് പാൻസ്, പിന്നെ ഫ്ലനൽ എന്ന് പറയും, അങ്ങനെ കുറേ ടൈപ്സ് മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെ ചുളുക്കാൻ വരാത്ത അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെയാണ് കൂടുതൽ പാൻസിനൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ആക്സസറീസ് എന്ന് പറയുമ്പോൾ വാച്ച്, ടൈ, പിന്നെ ലെതർ ബാഗ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ആക്സസറീസിൽ യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഒരു പെൻഡൻറ്റ്, ഒരു സിംഗിൾ ചെയിൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ അങ്ങനെ ഹെവി ആയിട്ടുള്ളതൊന്നും ഉപയോഗിക്കില്ല. ഫുട് വെയർ എന്ന് പറയുമ്പോൾ ഹീൽസ്, ലോഫേഴ്സ്, അധികം ഗ്ലിറ്ററി അല്ലാത്ത ടൈപ്പ് സോളിഡ് കളറായിട്ടുള്ള ഹീൽസ്, അങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ആയിരിക്കും കൂടുതൽ ഫോർമൽ വെയറിൽ യൂസ് ചെയ്യാം. പിന്നെ ഹെയർ സ്റ്റൈല് പോണി ടെയില്, അല്ലെങ്കിൽ ഹാഫ് പോണി, അല്ലെങ്കിൽ ഒരു സ്ലീക്ക് ലുക്ക്, അങ്ങനെയൊക്കെ ഫോർമൽ വെയർസിൽ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് ഒരു ഷർട്ട്, കോളറ് ഷർട്ട്, പിന്നെ ഒരു കോഡ്രോയ് പാൻറ്റ്, അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഫോർമൽ വെയറായിട്ട് വരയ്ക്കാൻ ഉദ്ദേശിക്കണേ.
ഈ ഒരു ഔട്ട്ഫിറ്റ് വാട്ടർ കളർ വെച്ച് കളർ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ബായ്.